ഈ കഴിഞ്ഞ ദിവസം സാർ വളരെ സങ്കടകരമായൊരു കാര്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളൊരു പൗരൻ എന്ന രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ലേഡി നമ്മളുടെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചലനങ്ങൾ അവർ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ ചിത്രീകരിക്കും. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. നമ്മൾ നാണം കെട്ട ഒരാളായി മാറുന്നു. ഈ കുൽസിത ശ്രമം നടത്തിയ അവര് എന്നിട്ട് പീഡിത എന്ന പേരിൽ അറിയപ്പെടും. ഇപ്പോഴും ആ ലേഡിയുടെ പേര് പറയാൻ നമ്മുടെ നാട്ടിലെ തലതിരിഞ്ഞ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അതല്ലെങ്കിൽ ആ പേര് പറയാം. എന്നാലും ആ ഹതഭാഗ്യന്റെ പേര് ദീപക്. അതെ സാർ വായിച്ചില്ലേ ആ പത്രം? തീർച്ചയായിട്ടും. എന്തായാലും കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപകിൻ്റെ ഈ അകാല മൃത്യുവിൽ, ആത്മഹത്യയിൽ നമുക്ക് അമൃത പ്രണാമം നേരം. ഒരിക്കലും ഞാൻ ആ വീഡിയോ കണ്ടു. വീഡിയോ കണ്ട് എന്ത് പീഡനമാണ് ഇതിൽ നടക്കുന്നത്. ഈ പെൺകുട്ടി തന്നെ ആ യുവാവിൻ്റെ അനുമതിയില്ലാതെ എടുത്ത ചിത്രമാണ്. ഒരു പെൺകുട്ടിക്ക് ആരാ അവകാശം കൊടുത്തത്? ഒരു പുരുഷൻ്റെ വീഡിയോ, ശരീരത്തിൻ്റെ വീഡിയോ. ഒരു സ്ത്രീയുടെ വീഡിയോ ഇങ്ങനെ എടുത്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെടില്ലേ? അതെ. അപ്പോൾ പുരുഷൻ്റെ വീഡിയോ എടുക്കാമെന്നു. ഇതിനകത്ത് ഞാൻ ആകപ്പാടെ നോക്കിയിട്ടും കണ്ണട വെച്ച് നോക്കിയിട്ട് ഒരു പീഡനവും ഞാൻ കണ്ടില്ലെന്നുള്ള വാസ്തവം. സാധാരണ ആൾത്തിരക്കുള്ള ബസ്സുകളിൽ ബസ് ഉലയുന്നതിനനുസരിച്ച് ശരീരങ്ങൾ കൂട്ടിമുട്ടുക. അദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ കൈകൾ കൊണ്ടാണല്ലോ മനഃപൂർവ്വമായിട്ട് ചെയ്യാറുള്ളത്. ശരീരം ആടുകയും ഉലയുകയും കുഴികളിൽ ബസ് ആടുമ്പോൾ ശരീരങ്ങൾ കൂട്ടിമുട്ടാറുണ്ട്. അത് പുരുഷൻ സ്ത്രീയുടെ ദേഹത്തേക്കും സ്ത്രീ പുരുഷൻ്റെ ദേഹത്തേക്കും കുലുക്കമുള്ള ബസ്സുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ ചെയ്യാതിരിക്കാം. പക്ഷേ അതൊരു തെളിവില്ലാത്ത കുറ്റമാണ്. അറിഞ്ഞുകൊണ്ടാണ്. ശരി, കുഴി ചാടിയതിൻ്റെ ഫലമായിട്ടാണ് വീണത്. അതേസമയം നമ്മൾ പുറകിൽ നിന്ന് പിൻകൊണ്ട് സാധാരണ ഇവിടെ സംഭവിക്കുന്ന ശരിയായിട്ടുള്ള ഒരു ന്യായീകരണം അയാളുടെ ദീപക്കിനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ ദീപക്ക് നിൽക്കുന്നത് ഈ പെൺകുട്ടി, ഈ ആരോപിക്കുന്ന പെൺകുട്ടിയുടെ മുമ്പിലാണ്. സാധാരണഗതിയിൽ ഇമ്മാതിരി കൈക്കറിയും ഞരമ്പുരവും ഉള്ള ആൾക്കാർ നിൽക്കുക സൗകര്യമായിട്ട് തൊട്ടുപിറകിലാണ്. ഇങ്ങനെ ഉറക്കം തൂങ്ങി നടിക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ആകാതെ പോയതാണെന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ചെന്നുടുക. ഈ തെമ്മാടികളുടെ സ്വഭാവ രീതി അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. അദ്ദേഹം കൈകളെ സീറ്റിലേക്ക് പിടിച്ച് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ച് ഈ പെൺകുട്ടിയെ നോക്കുന്നു പോലുമില്ല. ഇനി അതിൻ്റെ പ്രതികാരമാണോന്ന് അറിയത്തില്ല. അദ്ദേഹം ശ്രദ്ധിക്കുന്ന പോലുമില്ല. അന്തസ്സുള്ള ഒരാളാണെന്ന മട്ടിലും ഭാവത്തിലും ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാം. മറ്റൊക്കെ പെറുക്കികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത് അന്തസ്സുള്ള ഒരാളാണ് നിൽക്കുന്നത്. ശരീരം ചേലിങ്ങി എന്ത് പിടിച്ച് കെട്ടിവെക്കാൻ പറ്റുമോ? ഒരു പുരുഷനായി പോയി എന്നുള്ളത് കൊണ്ട് ഈ പുരുഷന്മാരുടെ എല്ലാം ശരീരം മുഴുവൻ ഈ ബസ്സിലും കൂട്ടിക്കെട്ടിയിട്ടിട്ട് പോകാമെന്നാണോ? ഈ കന്നുകാലികളെയൊക്കെ ലോറി കൊണ്ടുപോകുമ്പോൾ പിടിച്ച് കെട്ടുമല്ലോ, ആനയെ കൊണ്ടുപോകുമ്പോഴും വടമിട്ട് കെട്ടുമല്ലോ, അതുപോലെ പിടിച്ച് കെട്ടുകൊണ്ടുവെന്നാണോ ഈ സ്ത്രീ പറയുന്നത്? ഈ സ്ത്രീ ഒരാളിൻ്റെ മരണത്തിന് തൻ്റെ വീഡിയോ കാരണമായിട്ടും അനധികൃതമായിട്ട് താൻ എടുത്ത വീഡിയോ കാരണമായിട്ടും അതിൽ യാതൊരു പശ്ചാത്താപ ബോധവും ഇല്ലാതെ വീണ്ടും ഇട്ടിരിക്കുകയാണ്. 2:40 മിനിറ്റ് 2 മിനിറ്റ് 40 സെക്കൻഡ് വരുന്ന സാധനം വീണ്ടും ഇട്ടിരിക്കുകയാണ് സമൂഹത്തെ പഠിപ്പിക്കാൻ. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സമൂഹത്തിനാണ് ചികിത്സ വേണ്ടത് എന്ന്. സമൂഹത്തിന് ചികിത്സ വേണം. അല്ല, ഇത്രയും മോശം സമൂഹമാണെങ്കിൽ അവരിവിടെ നിന്നും പോകുന്നതല്ല. അത്രയും മോശം. അതെ, നമുക്കൊന്നും അതെ ചികിത്സ വേണ്ട ആൾക്കാരാണ്. ഇത്രയും മാസമായ ഒരു 1.5 കോടി ജനങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ചികിത്സ വേണ്ടാത്ത ഒരാളേ ഉള്ളൂ, അത് ഈ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ചികിത്സ വേണ്ടാത്ത പരിപൂർണയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ഇയാളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ആ ബന്ധുക്കൾ പക്ഷം പറയുമായിരിക്കും. നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് നമുക്ക് ബന്ധുക്കളുടെയോ നാട്ടുകാരുടെയോ പക്ഷം അല്ലല്ലോ. നമ്മളെല്ലാവരും ഈ വീഡിയോ കണ്ടതാണ്. ഞാനും കണ്ടു, സാറും കണ്ടു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു പെൺകുട്ടി അടുത്ത് നിൽക്കുന്നു. ആ പെൺകുട്ടി അടുത്ത് നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു. പീഡനമാണെന്നാണ് പറയുന്നതെങ്കിൽ ആ വീഡിയോയിൽ പീഡനമൊന്നും കാണുന്നില്ല. ഇവള് പീഡിപ്പിക്കാൻ വേണ്ടി കാത്തു നിന്ന് വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുകയാണ് അയാൾ പീഡിപ്പിക്കാം. പക്ഷെ അയാൾ നിർഭാഗ്യവശാൽ പീഡിപ്പിക്കുന്നില്ല. അയാൾ ഈ വീഡിയോ എടുത്ത് അറിയുന്ന പോലും, കാരണം ഈ പെൺകുട്ടിയെ നോക്കിയാലേ അറിയുള്ളൂ, അയാൾ അതുപോലും അറിയുന്നില്ല. എന്നിട്ട് അയാൾ വീട്ടിലെത്തുമ്പോൾ അയാൾ അറിയുന്നു ഇയാൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ പീഡനത്തിന്റെ സംഭവം വന്നത്. അയാൾ ഒരു ശുദ്ധ മനസ്കനായ കൊണ്ടാണ് ഈ പറയുന്ന ക്രിയ ചെയ്തത്. അല്ലെങ്കിൽ അയാൾ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഇവർക്കെതിരെ സമൂഹ മധ്യത്തിൽ അപമാനിച്ചതിന് ക്രിമിനൽ കേസ് എടുക്കാം. തീർച്ചയായും സിവിലായിട്ട് മാനനഷ്ട ഡീഫർമേഷൻ കേസ് കൊടുക്കാം. ഇത് കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ താരമാകാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ താരമാകാൻ വേണ്ടി ചെയ്യുന്ന ഇതുപോലെ പല വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. കൂടാതെ നമ്മുടെ നാട്ടിലെ നിയമം എന്ത് വൃത്തികെട്ട നിയമമാണെന്ന് നമ്മൾ ചിന്തിച്ച്, പുരുഷനൊരു നിയമം, സ്ത്രീക്കൊരു നിയമം. ഭരണഘടന പറയുന്നു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും തുല്യരാണെന്ന്.
ഈ ഇരട്ടത്താപ്പ് ഇപ്പോഴും നമ്മൾക്ക് ദീപകിന്റെ പേര് പറയാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ആ സ്വാതന്ത്ര്യം നമുക്ക് ആവോളമുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്തവരുടെ വീഡിയോ ഉൾപ്പെടെ അവരുടെ പേരുൾപ്പെടെ പുറത്തു പറഞ്ഞാലും നമ്മൾ ചാനലിൽ നിന്ന് പേര് പറഞ്ഞാൽ നമുക്കെതിരെ കേസ് കൊടുക്കും. എല്ലാവർക്കും അറിയാം. ഈ അതിജീവിതമാരുടെ എല്ലാം പേര് നാട്ടുകാർക്ക് അറിയാം. പക്ഷെ പേര് പറഞ്ഞു പോയാൽ കേസ് എടുക്കും. എന്തൊരു വിചിത്രമായ ലോകത്താണ് ജീവിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെയുള്ള നിയമം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ നമ്പർ 1 ഉദാഹരണമാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ. സ്ത്രീകളുടെ ശക്തി ചോർത്തി കളയുന്നതും നിയമത്തിൻ്റെ പല്ല് കൊഴിച്ചു കളയുന്നതും ഇമാതിരി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞത് പീഡനമാണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ബസ്സുകളിലും ട്രെയിനുകളിലും സർവത്ര നടക്കുന്നത് സഞ്ചരിക്കാൻ പറ്റിയില്ലല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പരാതി അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയായിരുന്നു. അവരതുപോലും പറയുന്നില്ല. അല്ല, അവർക്ക് മാറി നിൽക്കാമല്ലോ. അവരും എത്ര സമയം ഒരു പീഡനം നടക്കുമെന്ന് അറിയാൻ വേണ്ടി ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ മേലേ. ഇയാൾ പീഡിപ്പിക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ അയാളുടെ കൈകൾ അയാൾ അനക്കിയിട്ടില്ല. അത് സാർ പറഞ്ഞ പോലെ തന്നെ ഉലയും സ്വാഭാവികമാണ്, സാക്ഷ്യമാണ്. അത് സാക്ഷ്യം ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ ഗ്രാവിറ്റിയിൽ നിൽക്കുമ്പോൾ ബസ്സിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ഉലയാൻ സ്വാഭാവികമാണ്. അപ്പൊ അത് ഉലഞ്ഞിട്ട് ഒന്ന് മുട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. സാക്ഷ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് സാർ ഇതിൽ. അതായത് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊരു വാദ്യം കിടപ്പുണ്ട്. ഒരു പുരുഷനെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പാണ്. എന്താണ് ഈ ലൈംഗിക ചുവ? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അവന്റെ താല്പര്യം പറയുകയാണ്. അത് പ്രണയമാകാം, മറ്റെന്തെങ്കിലും ആകാം. ലോകത്ത് പരിഷ്കൃതമായ രാജ്യങ്ങളിൽ ഇത് പറയുന്ന രീതിയാണ് ശരിയായ രീതി. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് ഇസ്രായേലിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്, ഒരു ലേഡിയാണ്, എങ്ങനെയാണ് അവിടുത്തെ സാമൂഹ്യ ആചാരങ്ങളും രീതികളും എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള ഒരു കുഴപ്പമില്ല. ഒരു ആണിന് നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ സൗകര്യപ്പെടുമോ എന്ന് ചോദിക്കും. ഇത് ഞാൻ വേറെയും കേട്ടിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്നത് എനിക്കൊരു ലവർ ഉണ്ട്, അല്ലെ ഹസ്ബൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീർന്നു. അതിനപ്പുറം അതൊരു കേസല്ല. ഇവിടെ ഇതേപോലെ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഉടനെ ലൈംഗിക ചുവയോട് സംസാരിക്കാൻ പാടില്ലേ? ഈ ലോകത്ത് ഇല്ലാത്തൊരു സാധനമാണോ അത്? ഒരു സ്ത്രീയോട് പുരുഷന് പിന്നെ എന്താ സിനിമയിൽ പ്രേം നസീർ മരം ചുറ്റി നടക്കുന്ന പോലെ 10-15 മാസം നടന്നതിന് ശേഷം പിന്നീട് മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു കാര്യമാണോ ഇത്? അതെ, അത് ഇവിടെ നമ്മുടെ കാപട്യങ്ങളുണ്ട്. ഈ മതേതരത്വം എന്ന് പറയുന്ന പോലെ ചില കാപട്യങ്ങളുണ്ട്. അത്തരം കാപട്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് സെക്ഷൽ കാപട്യങ്ങൾ, ലൈംഗിക കാപട്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. സദാചാര പോലീസ് കുറേ പേരുണ്ട്. ഇവിടൊക്കെയാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഒരു പുരുഷൻ നേരിട്ട് തന്നെ ലവ് ആണെങ്കിലും എന്താണെങ്കിലും അത് പറയുക, അത് നിഷേധിക്കാനുള്ള പറഞ്ഞാൽ അത് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഈ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞരമ്പ് രോഗം ബാധിച്ച കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ സദാചാര പോലീസായിട്ട് സമയുന്ന അവരാണ്. ഇവിടെ ഇപ്പോൾ ഒരു തരത്തിലുള്ള പീഡനവും അങ്ങനെ പോലും നടന്നിട്ടില്ല. അങ്ങനെ പോലും ഇങ്ങനെ പതിവായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പുറകിൽ കയറി നിന്നിട്ട് അറിയാത്ത മട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമെന്ന് പറയും. എന്നിട്ട് മാഷെ വേറൊരു കാര്യം ചോദിക്കാം, സ്ത്രീകൾ ഇങ്ങനെ മുട്ടാറില്ലേ? സ്ത്രീകൾ പുരുഷന്മാരെ ഇങ്ങനെ മുട്ടാറില്ലേ? നമ്മളിത് വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കാറില്ല. അത് അപ്പം തന്നെ അങ്ങ് അവഗണിച്ചു പോലല്ലേ പോകുന്നത്. എത്രയോ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷൻസ് എന്ന് പറഞ്ഞ സ്ത്രീകൾ നടത്താറില്ലേ? ഉണ്ടല്ലോ, പ്രദർശനം. ഇതെല്ലാം ആണുങ്ങളുടെ തലയിൽ. നമ്മളിപ്പോ ഈ എറണാകുളത്ത് രാവിലെ നടക്കാനൊന്നും ഇറങ്ങിയാൽ മതി, നമുക്ക് കാണാം പ്രദർശന കുഴപ്പം. പക്ഷെ നിങ്ങൾ നോക്കൂ, എന്നെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ആകർഷിക്കാൻ വേണ്ടി പ്രദർശനപരത എന്ന് പറഞ്ഞാൽ പൂർണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഞാൻ ദൃക്സാക്ഷിയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ അവഗണിച്ചതുകൊണ്ട് നമ്മളങ്ങ് പോവുക ഒരു സമൂഹത്തിൽ. അല്ലെങ്കിൽ അതെല്ലാം എടുത്ത് വീഡിയോ ആക്കിയാൽ എന്താ സംഭവം? അല്ല, ഞാൻ ഈ കണ്ട കാര്യങ്ങൾ വീഡിയോ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അന്തസ്സിനെയല്ലേ ഇത് ബാധിക്കുന്നത്? അതാ പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ കേസ് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് ഒന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് ഹണി ട്രാപ്പ്? അതായത് ഒരു പെണ്ണ് ഒരു പുരുഷനെ അപ്രോച്ച് ചെയ്യുന്നു, അവനോട് ശൃംഗരിക്കുന്നു, അവൻ അതനുസരിച്ച് തിരിച്ചു പറയുന്നു, ഇവളത് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ ചോദിക്കുന്ന പണം തന്നില്ല, നിന്നെ ഞാൻ കേസ് കൊടുക്കും. ഇതാണ് നമ്മുടെ നല്ല നിയമം. അതായത് പുരുഷന് അവൻ്റെതായ രീതിയിലുള്ള സ്വതന്ത്രമായ ഏതെങ്കിലും ഒരു കാര്യം സ്ത്രീയോട് പറഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമാണ്. പക്ഷെ എല്ലാവരും ഈ നാട്ടിൽ കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, തലമുറ ഉണ്ടാകുന്നു, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ അത് പറയാൻ പാടില്ല. എല്ലാത്തിൻ്റെയും വായടച്ച് കെട്ടിയിരിക്കുന്ന ഒരു നിയമം. അതെ, ഈ വീഡിയോ എടുക്കുന്ന പെൺകുട്ടി ചെയ്യേണ്ട വീഡിയോ എടുക്കുന്നതിന് മുമ്പും വീഡിയോ എടുത്തോട്ടെ കുഴപ്പമില്ല, അത് പബ്ലിക് സ്പേസിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും. പോലീസിന് തെളിവായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്, എക്സിബിറ്റ് ആയിട്ട് കൊടുക്കുകയാണ് വേണ്ടത്, പരാതിപ്പെടുകയാണ് വേണ്ടത്. നിങ്ങളുടെ പരാതി കാര്യമായിട്ട് പരിഗണിക്കും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും, ഏതൊരു മാജിസ്ട്രേറ്റ്. അത് കൊടുക്കാൻ നല്ല താരമാകാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്ക് നമ്മുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെ തന്നെ തകിടം മറിക്കുന്നതാണ്. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെയാണ് നശിപ്പിക്കുന്നത്. സ്ത്രീ സമൂഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കും. അങ്ങനെ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭ്യമായിട്ടുള്ള വീഡിയോകളും. ദിലീപിന്റെ ഒരു സിനിമ വന്നു, ഒരു ബസ്സിൽ ഉടനെ ചാടി എഴുന്നേറ്റ് ലേഡി
എന്തേ പുരുഷന്മാർക്കും ഇത് ബാധകമല്ലേ? പുരുഷന്മാരും ചെയ്തില്ലല്ലോ. ഇവർക്ക് ഈ താരമാകാൻ ദിലീപിന്റെ വിധി വന്നു. വിധി വന്നതിന് ശേഷം ഒരു KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിക്കും. ഒരു ലേഡി താരമാകാൻ വേണ്ടി ചാടി ഇറങ്ങി. മാധ്യമങ്ങൾ അവരെ താരമാക്കി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെ സ്ത്രീകൾ ഇത് ചെയ്യാതിരിക്കും? അത് താരമാകുമെന്ന് അറിയാം. താരമാകാൻ വേണ്ടിയാ. അല്ലാതെ പോയി പേരൂക്കടെ പാവപ്പെട്ട വീട്ടുജോലിക്കാരി ബിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ വടകരയിലെ ആ സ്ത്രീ ഉണ്ടല്ലോ, കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ സ്ത്രീയുടെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പോലീസ് ബലാത്സംഗം ചെയ്ത DYSPയുടെ ഇരയായ പെൺകുട്ടിയുടെ വാർത്തകൾ ആര് കൊടുത്തു? ആരും കൊടുത്തിട്ടില്ല. പോലീസുകാരൻ തന്നെ പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞത്. ആരാലും പ്രകടനം നടത്താൻ പോയില്ല, പ്രതിഷേധിച്ചില്ല DYSPക്കെതിരെ. അയാൾ സുഖമായിട്ട് നമ്മുടെ നാട്ടിൽ മസാജ് പാർലറുകളിൽ പോയി മസാജ് ചെയ്യാൻ സ്ത്രീകൾക്ക് ഒരു മടിയുമില്ല. പക്ഷേ ആ മസാജ് ചെയ്യുന്ന എന്ത് മോശം കാര്യം ചെയ്താലും അവൾ പുറത്തേക്ക് പോകുമ്പോൾ എനിക്കൊന്ന് സൗകര്യപ്പെടുമോ കാണാൻ എന്ന് ചോദിച്ചാൽ അവനുടനെ പ്രതിയായി. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അവസാനമായിട്ട് എൻ്റെ കഥ മുംബൈയിൽ എഴുതിയത് മാധവിക്കുട്ടിയല്ലേ? സത്യസന്ധമായിട്ട് മാത്രം എഴുതുന്ന മാധവിക്കുട്ടിയല്ലേ? അതുകൊണ്ട് ഇതിങ്ങനെ എന്തോ ഒരു വന്യമൃഗങ്ങളാണ് എന്നുള്ള മട്ടിൽ വന്യമൃഗങ്ങളോടെന്നുള്ള പോലെ എല്ലാ പുരുഷന്മാരോടും പെരുമാറേണ്ട കാര്യമില്ല. എല്ലാം ഒരേ കൊട്ടയ്ക്ക് അളക്കേണ്ട കാര്യമില്ല. ഒറ്റ കൊട്ടത്താപ്പിന് അളക്കേണ്ട കാര്യമില്ല. എല്ലാ പുരുഷന്മാരും അങ്ങനെ വൃത്തികെട്ടവരല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെ നല്ലവരുമല്ല. ആ കാര്യം ബോധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.